നന്ദിനി, എന്താ സർ? തനിക്ക് ഈ വീട്ടില് എന്തെങ്കിലും കുറവുകളുണ്ടോ? ഞാനങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. കുറവുണ്ടെങ്കിലും താനത് പറയില്ല. പക്ഷെ ഞാനത് ചോദിക്കണമല്ലോ. സാറെന്തിനാ അങ്ങനെ ചോദിക്കുന്നേ? പിന്നെ ഞാൻ ചോദിക്കാതെ വേറെ ആര് ചോദിക്കാനാ? ഞാൻ ആരോടോ തന്റെ? ഞാൻ ആരാ പറയുന്നതിനി? അത് അങ്ങനെ ചോദിച്ചാ എന്റെ എല്ലാമാണ്. എല്ലാമാണെന്ന് പറഞ്ഞാൽ അതിനൊരു ക്ലാരിറ്റി ഇല്ലല്ലോ. ഉണ്ട്, അതിലെല്ലാം ഉണ്ട്. ഏയ് നോ 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 നോ, എനിക്കത് ചകഞ്ഞെടുക്കാൻ ഒന്നും സമയമില്ല. എന്നോടൊരു മറുപടി പറയുന്നെങ്കിൽ അത് സ്ട്രെയിറ്റ് ആയിരിക്കണം. എന്താ തന്റെ മനസ്സിൽ എന്നെ കുറിച്ചുള്ള പിക്ചർ? ഇങ്ങനെ നോക്കാതെ സർ. നോക്കുന്നോണ്ടെന്താ? എനിക്കെന്തോ വല്ലാതാകുന്നുണ്ടേ. ആ, അങ്ങനെ ഒരാൾ നോക്കിയാൽ ഉടനെ അങ്ങ് വല്ലാതായി പോവും. പിന്നല്ലാതെ. സാർ കണ്ണെടുക്ക് സർ. ശരി ശരി ശരി, എന്നാ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം പറ. ഞാൻ എല്ലാം എന്ന് പറഞ്ഞതോ? അത് എന്റെ എല്ലാം എന്ന് പറഞ്ഞ എന്റെ ജീവനാ, എന്റെ ശ്വാസം, എന്റെ സ്വപ്നം, എന്റെ വിശപ്പും ദാഹവും എല്ലാം എല്ലാം സാർ തന്നെയാ. സാറല്ലാതെ ഈ ഭൂമിയിൽ എനിക്ക് വേറെ ഒന്നുമില്ല. സത്യമാണോ നന്ദിനി? അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ടോ താൻ എന്നെ? അപ്പോ ഇത്രയൊക്കെ സ്നേഹിക്കുന്ന ആൾക്ക് ഞാനിപ്പോ എന്താ തരിക? എന്ത് വേണേലും ആയിക്കോളൂ, സാറിന്റെ ഇഷ്ടം പോലെ. എന്നാലേ ഞാനൊരു ഉമ്മ തരട്ടെ? അയ്യോ, അതിനെന്തിനെങ്കിലും നാണിക്കുന്നേ? ഈ മനസ്സിന്റെ ശരീരത്തിന്റെ ഒക്കെ ഉടമ ഞാനാണെന്നല്ലേ കുറച്ചു മുമ്പേ പറഞ്ഞത്. പിന്നെന്താ? എന്നാലും ഒന്നുമില്ല. ദാ പിടിച്ചോ. ഇനി മതി. എന്തേ മതി എന്ന് പറഞ്ഞാ മതി.